ഇതുവരെ നമ്മൾ ഷെയർ ചെയ്ത യാത്രാ വ്ളോഗിനേക്കാളൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള യാത്രാ വ്ളോഗാണ് കേട്ടോ ഇന്ന്. ചെറിയൊരു വ്ളോഗാണെങ്കിൽ കൂടി ഇത് എൻ്റെ അയൽവാസികളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് നടത്തിയിട്ടുള്ളൊരു യാത്രയാണ്. സ്നേഹബന്ധം ഊട്ടിയുറപ്പിച്ചിട്ടുള്ള ഒരുമയുടെ യാത്ര എന്നൊക്കെ പറയാം. നവംബർ ലാസ്റ്റാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത്. ഏകദേശം 50ഓളം വരുന്ന ഞങ്ങളുടെ അയൽവാസി കുടുംബാംഗങ്ങൾ, കുട്ടികളടക്കം ഞങ്ങളൊരു 60ഓളം പേര് ഉണ്ടായിരുന്നു. ഈ യാത്രയെ കുറിച്ചിട്ട് ഇപ്പോഴും ഓർക്കുന്ന സമയത്തുണ്ടല്ലോ മനസ്സിൽ നിറയുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. സന്തോഷത്തിൻ്റെ ചിത്രങ്ങളാണ് തെളിഞ്ഞു വരുന്നത്. കേവലം ഒരു വിനോദയാത്ര എന്നതിലുപരി എല്ലാവരുടെയും പരസ്പരമുള്ള ഒരു ബോണ്ടിങ് കൂട്ടുക എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ ഇതിനും കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. യാത്രയുടെ തുടക്കം പുലർച്ചെ തന്നെ എല്ലാവരും ഞങ്ങൾക്കൊരു 1/2 കിലോമീറ്റർ വേണം മെയിൻ റോഡിലേക്ക് എത്താൻ. അവിടെയാണ് നമുക്ക് ബസ് വരുന്നത്. അപ്പോൾ അവിടേക്ക് എല്ലാവരും ഒരുമിച്ചെത്തി. കുട്ടികളായിരുന്നാലും വലിയവരായിരുന്നാലും ഒക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കുളിച്ചൊരുങ്ങി അവിടെ എത്തി. പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ തന്നെ ആ യാത്രയുടെ ഒരു ഊർജ്ജം ശരിക്കും അനുഭവിച്ചറിഞ്ഞു. കാരണം മുതിർന്നവരും കുട്ടികളും ഉൾപ്പെടുന്ന ഈ ഒരു വലിയ സംഘം ചിരിയുടെയും കളിയാക്കലുകളുടെയും കളികളുടെയും പാട്ടും ഒക്കെ ആയിട്ടൊരു ഭയങ്കര ആരവം തന്നെയായിരുന്നു കേട്ടോ. നെല്ലിയാമ്പതിയുടെ ചുരം കയറുമ്പോൾ കണ്ട വിദൂര കാഴ്ചകൾക്കും നല്ല സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണമുള്ള കാറ്റിനും ഞങ്ങളുടെ സൗഹൃദത്തിൻ്റെ അതേ മാധുര്യം ഫീൽ ചെയ്തു. നെല്ലിയാമ്പതി കാഴ്ചകൾ, നെല്ലിയാമ്പതിയുടെ ഓരോ കോണും സൗന്ദര്യം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ കുട്ടികളുടെ പാട്ടും ഡാൻസും ഒക്കെ എൻജോയ് ചെയ്ത് ഇടയ്ക്കൊക്കെ പുറത്തത്തെ കാഴ്ചകൾ എൻജോയ് ചെയ്താണ് കേട്ടോ യാത്ര ചെയ്തത്. പൊതുവേ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് പുറത്തത്തെ കാഴ്ചകൾ കണ്ടിരിക്കുക എന്നുള്ളതൊരു ശീലമാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ പാട്ടുകൾ നടക്കുന്നുണ്ട്, ഡാൻസ് നടക്കുന്നുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. ചെറിയവരും നല്ല പ്രായമായവരും ഒക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രായം മറന്നുകൊണ്ടുള്ള യാത്രയായിരുന്നു. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഇടയിൽ ചായ കുടിക്കാനും നിസ്കാരത്തിനൊക്കെ ആയിട്ട് നിർത്തി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. പൊറോട്ട, ചിക്കൻ കറി, പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചിക്കൻ ബിരിയാണി ഒക്കെ നമ്മൾ മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് തുറന്നപ്പോൾ പോത്തുണ്ടി ഡാം കാണാൻ വേണ്ടിയിട്ട് കയറി. അത് ഓപ്പൺ ആക്കുന്നവരെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുത്ത് എല്ലാവരും അകത്ത് കയറി. അവിടുന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മളെ ടീമാണ് കേട്ടോ. ഈ കയറി പോകുന്നതെല്ലാം നമ്മളെ ടീമാണ്. ഇവിടെ നമ്മൾ ഫാമിലി ഫോട്ടോസ് സിംഗിളായിട്ട് പിന്നെ എല്ലാവരും കൂടെ ഉള്ള ടീമായിട്ടൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്തു. ഒരുപാട് വീഡിയോസൊക്കെ കവർ ചെയ്തു. പിന്നെ കുറേ ടൈം ഈ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്രയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാം ഒരുമയായിരുന്നു കേട്ടോ. എല്ലാവരും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിലും ഒരുമയിലും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ അയൽവാസികളുടെ ഒരുമയെക്കുറിച്ചിട്ട് ഞാൻ എവിടെയായിരുന്നാലും ഭയങ്കര വാചാലമായിട്ടാണ് സംസാരിക്കുക കേട്ടോ. കാരണം ഇങ്ങനെയുള്ളൊരു എന്താ പറയുക ഐക്യത്തോടുകൂടുള്ള അയൽവാസികൾ കുറവായിരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കണേ. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. തീരെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, അപൂർവമായിട്ടായിരിക്കും ഉണ്ടാവുക. എൻ്റെ ചുറ്റുഭാഗത്ത് വല്ല എന്താ പറയുക കല്യാണമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, നിക്കാഹ് ആയിക്കോട്ടെ, സൽക്കാരങ്ങളായിക്കോട്ടെ, പെണ്ണ് കാണലായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഒരു കുടുംബം പോലെ എന്താ പറയുക ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ഉണ്ടാവും. ഇനി അവിടെ ചെയ്യേണ്ടുന്ന പണികളായിരുന്നാലും പിന്നെ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻസ് ആയിരുന്നാലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 2 ആൾ കൂടി 3 ആൾ കൂടി ഒരു സ്വകാര്യം പറച്ചിലൊന്നുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഉണ്ടാവുക. എന്നും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അവിടെ കൂടും. അതിൽ കല്യാണം കഴിഞ്ഞ് പുതിയതായിട്ട് വന്ന കുട്ടികൾ ഒരു സെറ്റായിരിക്കും. പ്രായമായ ഒരു ടീമുണ്ടാവും. അതിനകത്ത് ഓരോ ഏജിനനുസരിച്ചുള്ള കുട്ടികളുണ്ടാവും. എല്ലാവരും അവരുടേതായിട്ടുള്ള ആ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടായിരുന്നാലും ആ ഒരു വൈകുന്നേര സമയത്തൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ റിലാക്സ് ആവും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമയോട് കൂടിയിട്ട് പിന്നെ അതുപോലെ വീട്ടിലാണെങ്കിലും നമുക്ക് എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും അത് സെർവ് ചെയ്യാനാണെങ്കിലും അത് ആൺ പെൺ വ്യത്യാസമില്ലാണ്ട് എല്ലാവരും ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. എല്ലാവരും നല്ലതായിട്ട് ഒരുമയോടുകൂടി ഉണ്ടാവും. പിന്നെ ഒരു മരണത്തിന് പോവുകയാണെങ്കിൽ കല്യാണത്തിന് പോവുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരു വണ്ടിയിൽ അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയുക ഷെയർ ചെയ്ത് വണ്ടി പിടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് പോവുക. അങ്ങനെ വാദവരാതെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ട്. മാഷാല്ലാ മാഷാല്ലാ ആ ഒരു ഒത്തൊരുമ എപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇനി ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ചെയ്യാൻ കേട്ടോ. എന്തായാലും നമുക്ക് യാത്രയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ നമ്മളെ യാത്രയിൽ ചില ഭാഗങ്ങളിലൊക്കെ ബസ് നിർത്തി ഇതുപോലെ എൻജോയ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇതുപോലെ വ്യൂ പോയിൻ്റൊക്കെ ഉള്ളിടത്ത് പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇതിൽ ആ ഒരു വൈബിനുള്ള കുട്ടികളൊക്കെ അവരുടെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു യാത്ര ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ബസ്സിലുള്ളൊരു വൈബ് എൻജോയ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത്.
യാത്രയിലാണെങ്കിലും കുട്ടികൾ ഒറ്റക്കെട്ടായി കളിക്കുകയും പിന്നെ അതുപോലെ തന്നെ വലിയവരായിരുന്നാലും ഓരോരുത്തരും കൂട്ടം കൂടി സംസാരിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്ത് നല്ല രസമാക്കി ഈ ഒരു യാത്ര. ഒരേ സ്ഥലത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും പിന്നെ അതുപോലെ തന്നെ കൂടിയിരുന്ന് സംസാരിച്ചിരുന്നതും പാടിയതും എല്ലാം ആ ഒരു ബന്ധങ്ങളെ ആഴം വർദ്ധിപ്പിച്ചു കേട്ടോ ശരിക്കും. ഇതുപോലുള്ള യാത്രകളൊക്കെ എന്തായാലും സമയം കണ്ടെത്തി പോവുക തന്നെ വേണം. യാത്രയുടെ ചെറിയ ബുദ്ധിമുട്ടുകളിൽ പോലും പരാതികളില്ലാതെ ചിരിച്ച മുഖത്തോടെ എല്ലാവരും സഹകരിച്ച് ഈ കൂട്ടായ്മയുടെ ശക്തിയെ ശരിക്കും എടുത്ത് കാണിക്കുക ചെയ്തു. പ്രകൃതിയുടെ സൗന്ദര്യവും തണുപ്പും എല്ലാം അനുഭവിച്ചറിഞ്ഞതോടൊപ്പം നല്ല സുഹൃത്തുക്കളെയും പിന്നെ അതുപോലെ തന്നെ അയൽവാസികളുടെയൊക്കെ സ്നേഹവും കരുതലും കൂടുതലറിയാൻ കഴിഞ്ഞ ഒരു യാത്രയായിരുന്നു കേട്ടോ ഈ ഒരു നെല്ലിയാമ്പതി യാത്ര. ഞങ്ങൾക്ക് ഇതൊരു യാത്ര മാത്രമല്ല, ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും ഊഷ്മളമായിട്ടുള്ള ഒരു ഒത്തുചേരൽ കൂടിയായിരുന്നു. ഈ ബന്ധങ്ങൾ എന്നും നിലനിർത്താൻ ഇത്തരം യാത്രകൾ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് എത്തിയിട്ടുണ്ടായിരുന്നത് കേശവൻ പാറ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് കുറച്ച് അധിക സമയം തന്നെ ഞങ്ങളുടെ ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഗൂഗിൾ പേ മാത്രമേ അവരെടുക്കുള്ളൂ, ക്യാഷായിട്ട് അല്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് ടൈം വന്നു. ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേക്കാണെങ്കിൽ നമുക്കവിടെ റേഞ്ചും ഇല്ല. അപ്പോൾ ഇനി പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമുക്ക് അവിടെ റേഞ്ചും കിട്ടില്ല. അവരെ റേഞ്ച് തരുമ്പോൾ നമുക്കത് വൈഫൈ തരുമ്പോൾ നമുക്കത് അത്ര അങ്ങോട്ട് റേഞ്ചും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ പോയിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുന്നിൻ മുകളിൽ കുറേ എൻജോയ് ചെയ്ത് പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ബിരിയാണി കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള യാത്രയാണ് കേട്ടോ ഇത് ട്രക്കിങ്ങിന് പോകലാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ പറയും. ഇതിൽ നല്ല പ്രായമായവരെല്ലാവരും ഇതിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇതിന് വരാത്തതുണ്ടായിരുന്നത് കേട്ടോ. അതും പ്രായം കുറവുള്ളവരാണ് ബസ്സിലിരുന്നത്. ബാക്കി 60കളിലും 70കളിലൊക്കെ ഉള്ളവരൊക്കെ ഈ ഒരു ജീപ്പിനകത്ത് കയറിയിട്ടുണ്ട്. ഈ ഒരു ഓഫ് റോഡ് ട്രക്കിങ് അവിടെ ഇതുപോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇതിന് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ടീമായിട്ടാണ് കേട്ടോ ഓരോ ജീപ്പിലും കയറിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ശ്വാസം പിടിച്ച് അടക്കി പിടിച്ചിട്ടുള്ള ഒരു ട്രക്കിങ് തന്നെയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മറക്കാത്തൊരു അനുഭവം തന്നെ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല തിരക്കുള്ള ദിവസം പിന്നെ ഹോളിഡേ ആയതുകൊണ്ടും നമുക്ക് അനിമൽസിനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ജീപ്പുകളുടെ സൗണ്ട് കാരണം അനിമൽസൊന്നും പുറത്തേക്ക് അങ്ങനെ വരില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു മാനിനെ പോലും കണ്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇവിടെ കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഈ പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ ഈ കൊണ്ടുപോയിട്ടുള്ള ജീപ്പിൻ്റെ ആൾ ഒരു ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഗ്രൂപ്പിൽ. അപ്പം അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പുലിനെ കണ്ടതായിട്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഹോളിഡേ അല്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലുള്ള അനിമൽസിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയണത്. അപ്പോൾ ഇടയ്ക്കൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നല്ല കോടയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ റോഡിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമുക്കിങ്ങനെ 2-3 വ്യൂ പോയിൻറ്റുകളിൽ കൊണ്ടുപോയി നിർത്തും. കുറച്ച് സമയം നമുക്കവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. പിന്നെ അതുപോലെ എൻജോയ് ചെയ്ത് നമുക്ക് അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് പോവാം. അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ ടീമും അങ്ങനെ ഓരോ സ്ഥലത്ത് ഇതുപോലെ വന്നിറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ആ ഒരു ക്ലൈമറ്റും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. കേശവൻപാറയുടെ സൈഡിലൊക്കെ പോയ സമയത്തുണ്ടല്ലോ ശരിക്കും ഭയങ്കരമായിട്ട് അട്ടശല്യം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ലാസ്റ്റ് വ്യൂ പോയിൻ്റ് ആയിരുന്നു ഇത്. ഭയങ്കര കാറ്റായിരുന്നു. കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കോട ഇറങ്ങി വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം നിന്ന് പിന്നെ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് മടങ്ങാനായിട്ടുണ്ടായത്. പിന്നെ മഴയും വന്നു തുടങ്ങുന്നുണ്ടായിരുന്നു. മഴ എന്താ പറയുക, നമുക്ക് യാത്രകളിലൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സിലെത്തിയപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ടീമായിട്ട് വേറൊരു പാറയുടെ മുകളിലൊക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ കോട കാരണം നമുക്ക് കുറേ ദൂരേക്കൊന്നും അങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ വന്ന ജീപ്പുകളിലായിട്ട് ഓരോരുത്തരും അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ ബസ്സിൻ്റെ സൈഡിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ജീപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളാണ് ആദ്യം പോകുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഇനി പിറകെ വരാനുള്ള ജീപ്പുകളാണ്. അപ്പോൾ ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളും വലിയവരും ഒക്കെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഓഫ് റോഡ് ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ഇത്. ഈ കാണുന്നത് ഒരു പന്നിയാണ് കേട്ടോ.
നമ്മുടെ ബസ്സിൻ്റെ സൈഡിൽ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തെന്ന് മാത്രം. അങ്ങനെ വീണ്ടും കുട്ടികൾ ഭയങ്കരമായിട്ട് ഓണായി. അവർ നന്നായിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ അതിനിടയിൽ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ വൈബിനകത്ത് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർ പുറത്തിറങ്ങി ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ വണ്ടിക്കകത്താണെങ്കിലും അപൂർവം ചിലരെ അടങ്ങിയിരുന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വീട്ടിലെത്തുന്നവരെ ഇത് തന്നെയായിരുന്നു കേട്ടോ അവസ്ഥ. ഡിന്നർ മണ്ണാർക്കാടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറേ ഭാഗങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു യാത്ര രാവിലെ മുതൽ രാത്രി വരെ, രാത്രി ഒരു 12 മണിയോട് കൂടിയാണ് എല്ലാവരും വീട്ടിലെത്തുന്നത്. അതുവരെയുള്ള ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെറിയവരും വലിയവരും കുട്ടികളും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു യാത്രയായിരുന്നു. അയൽവാസി ബന്ധങ്ങളൊക്കെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ ഇതുപോലുള്ള യാത്രകൾ എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷങ്ങളിലും ഇതുപോലെ ഞങ്ങൾക്ക് ഇനിയും പോകാൻ സാധിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു.